ഭയങ്കരധികം സന്തോഷമുണ്ട് കോഴിക്കോട് വരാൻ പറ്റിയതിൽ. ഞങ്ങളുടെ സിനിമയുടെ പ്രൊമോഷൻ തുടങ്ങിയത് കോഴിക്കോട് വെച്ചാണ്. നമ്മൾ ഗൂഗിളും ഗലേറിയ മോളിലൊരു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എനർജിയിലാണ് ആക്ച്വലി ഇതുവരെയുള്ള പ്രൊമോഷൻസ് ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ വീണ്ടും പടം റിലീസാവുന്ന സമയത്തിനടുത്ത് ഇനി 3 ദിവസം കൂടെ ഉള്ളു പടം റിലീസാവാൻ. അടുത്ത വെള്ളിയാഴ്ച പടം റിലീസാവും. അപ്പോൾ വീണ്ടും കോഴിക്കോട് വന്ന് നിങ്ങളെയൊക്കെ കാണാനൊക്കെ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു ലുലു ഫോർ ഗിവിങ് അസ് ദിസ് സ്പേസ്. നാളെ പടത്തിന്റെ ട്രെയിലർ വരും. അപ്പോൾ കുറച്ച് പാട്ട് വന്നിട്ടുണ്ട്. കാതൽ പൊന്മാൻ വേടൻ പാടിയ പാട്ട് അപ്പോൾ ട്രെയിലറും കൂടെ വരുമ്പോൾ നിങ്ങൾക്കൊരു കറക്റ്റ് ഐഡിയ കിട്ടും എന്താണ് സിനിമ എന്ന്. 2 മണിക്കൂറുള്ള ഒരു ഷാർപ്പ് പടമാണ്. 1 മണിക്കൂർ ഫസ്റ്റ് ഹാഫ്, 1 മണിക്കൂർ സെക്കൻഡ് ഹാഫ്. അപ്പോൾ ഒട്ടും ബോറടിപ്പിക്കാണ്ട് എല്ലാവരെയും എൻജോയ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയായിരിക്കും. എല്ലാവരും 24-ന് കണ്ടില്ലേലും അതിൻ്റെ അടുത്ത ദിവസങ്ങളായിട്ട് പോയി കാണണം. എന്താണ് നിങ്ങൾക്ക് വർക്കായോ ഇല്ല എന്നുള്ളത് എന്താണെങ്കിലും അറിയിക്കുക ഞങ്ങളെ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇഷ്ടപ്പെടും എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് ഞങ്ങളെല്ലാം ചെയ്തേക്കുന്നത്. ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിരാശപ്പെടുത്തില്ല. എല്ലാവരോടും പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയുടെ ഒക്കെ അടുത്ത് പറയാം. എല്ലാവരെയും കൊണ്ട് പടം കാണിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ യെസ്, താങ്ക് യു. നമസ്കാരം. കോഴിക്കോട് പ്രൊമോഷൻസിന് വരുന്ന എപ്പോഴും സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇവിടുത്തെ എനർജി, ഇവിടുത്തെ ക്രൗഡ് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ആൾക്കാരാണ്. സോ താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്ത് കാണാൻ വേണ്ടി നിൽക്കുന്ന എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ നമുക്ക് 24-ന് നമ്മളുടെ പടം റിലീസ് ചെയ്യാണ്. അന്ന് തന്നെ എല്ലാവരും പോയി കാണണം. ഫസ്റ്റ് ഡേ തന്നെ ടിക്കറ്റ് എടുത്ത് പോയി കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറേ ഫാക്ടേഴ്സ് ഇതിനകത്തുണ്ട്. റൊമാൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, മിസ്റ്ററി എലമെൻറ്റ്സ് ഉണ്ട്, ഹൊറർ ഉണ്ട്, കോമഡി ഉണ്ട്. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറേ എലമെൻറ്റ്സ് ഉള്ള ഒരു അടിപൊളി പടമായിരിക്കും. നൗഫൽ അബ്ദുള്ളയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരു നല്ല ടെക്നിക്കൽ സപ്പോർട്ടുള്ളൊരു പടമാണ്. സോ അതിൻ്റെ കോൺഫിഡൻസ് നമുക്ക് എല്ലാ ആക്ടേഴ്സിനും ഉണ്ട്. ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ. കുറേ ആക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്. സീനിയർ ആക്ടേഴ്സ് ഉണ്ട്, പിന്നെ റോഷൻ ആവേശത്തിൽ. അപ്പോൾ എല്ലാവരും ഉണ്ട്. നമ്മൾ യാക്സൺ ആൻഡ് നെയ്യാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അടിപൊളി കുറേ പാട്ടുകളുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണില്ലേ? എവിടെ എനർജി? അവിടെ എന്തോ അല്ല, അത് സൗണ്ട് ഇല്ല, ശബ്ദം തൽക്കാലത്തേക്ക് പോയിരിക്കും. അതാണ് സാധനം. മീനാക്ഷി പാടിയ പാട്ട് ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. പാട്ട് ഇഷ്ടായോ? സത്യം പറ. ആക്ച്വലി ഇതിനു വേണ്ടി കുറേ പേരുടെ നന്ദി പറയാനുണ്ട്. ഞാൻ ഇവരുടെ അടുത്ത് നേരിട്ട് അങ്ങനെ താങ്ക് യു പറഞ്ഞ് അങ്ങനെ ഒരു ഫോർമാലിറ്റി ഞങ്ങൾക്കിടയിൽ ഇല്ല. പക്ഷെ ഐ തിങ്ക് ഐ ഷുഡ് താങ്ക് എ ലോട്ട് ഓഫ് പീപ്പിൾ. ആദ്യം തന്നെ നമ്മളുടെ പ്രൊഡ്യൂസർ സജനിക്ക ഇത് ഈ ഒരു ഐഡിയ ഞാൻ നൗഫലിക്കയുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ നൗഫലിക്ക ഇത് സംഭവിച്ചു. ആൻഡ് പ്രൊഡക്ഷൻ സർ എഗ്രി ചെയ്തു. ആൻഡ് യാക്സൺ ആൻഡ് നെഹിനെ പോയി മീറ്റ് ചെയ്തു. സോ അവരൊക്കെ കാരണമാണ് എനിക്ക് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ പാടുന്നത്. സോ ഇറ്റ്സ് വെരി സ്പെഷ്യൽ ടു മീ. സോ താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി ഇവർ പറയാം. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മീനാക്ഷി 2 വരി പാടും അല്ലേ? എല്ലാവരും 2 വരി പാടണ്ടേ? 2 വരി മീനാക്ഷി പ്ലീസ്. 2 വരി എന്തായാലും പാടണം. അല്ലെങ്കിൽ ആ ഹമ്മിങ് എങ്കിലും അതെങ്കിലും ഒരു കൈയ്യടി കൊടുക്കാം. പ്രോത്സാഹിപ്പിച്ചൂടെ? അല്ല, മാത്യു പാടിയിട്ടുണ്ട് പടത്തില്. കൊണ്ട് പാടിപ്പിക്കാം. മാത്യുവിനെ കൊണ്ട് പാടിക്കണം. മാത്യു പാടുമെന്ന് ഉറപ്പ് പറഞ്ഞാൽ ഞാൻ പാടും. വെള്ളി വീണ കൂവരുത് പ്ലീസ്. ഞങ്ങൾ പെരുക്കി വിൽക്കും. ആരോ നീ കരളിൽ ചേരും പൊതുവേലാണോ പാരാകെ മാറുന്നില്ല അരികെ നീ വരവേ എൻ നെഞ്ചിൽ പുതുമൈലാട്ടം മേലാകെ ചുക്കുന്നിതാ കുളിരേ
മാത്യു സിനിമയിൽ പാടിയിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞത്. അടുത്തതായി അടഞ്ഞ മാത്യു ശബ്ദം തോമസിന്റെ വെച്ച് ഗാനം. അതെ, അടഞ്ഞ ശബ്ദം വെച്ച് മീനാക്ഷി പാടിയ സ്ഥിതിക്ക് രണ്ടുപേര് മാത്യുവിന് പാടി എല്ലാരും ഇവിടെ നിന്ന് ഇപ്പൊ പോകും. അങ്ങനെ ചിന്തിക്കാൻ വേണം. ഞങ്ങൾ കോഴിക്കോട്ടുകാർ നല്ല സംഗീത പ്രേമികളാണ്. അതിവിടെ ചോദിക്കാം, നമ്മള് പോവോ? മാത്യു പാടി നമ്മള് പോവോ? ഇല്ല, ആരും. നമ്മളിവിടെ നിന്ന് നിൽക്കും, നമുക്ക് അതിനെ പാടിക്കോ. ചോദിച്ചു വാങ്ങി ഞാൻ. മിഴിയിൽ നിന്നും മിഴിയിലേക്ക് തോണി തുഴഞ്ഞ് പോയി നമ്മൾ മെല്ലെ. താങ്ക് യു. അതെ, താങ്ക് യു. ഇനി നമ്മുടെ ചന്ദ്ര ഇടിച്ച് പഞ്ഞിക്കിട്ട ശരത് സഭയ്ക്ക് ഇപ്പൊ അങ്ങനെ ഒരു ഇമേജ് ആണ്. എന്തായാലും നൈറ്റ് റൈഡേഴ്സിലൂടെ, ഡെല്ലിക്കാമ്പോയിൽ നൈറ്റ് റൈഡേഴ്സിലൂടെ അത് മാറ്റി മറിക്കാൻ വേണ്ടി പോവുകയാണ്. പലരും ശരത് സഭ മലയാളിയാണോ എന്നവരെ സംശയിച്ചിട്ടുണ്ട്. മഹാനായ നടനെ നേരിട്ട് കാണാൻ കോഴിക്കോട് ഇപ്പൊ ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. യെസ്, ഞങ്ങൾക്ക് വേണ്ടി ഹായ്. ഹായ്. തുടക്കം തന്നെ അപമാനം. 24-ാം തീയതി ഞങ്ങളുടെ പടം ഇറങ്ങുവാണ്. ലോകയില് എന്നെ അങ്ങോട്ട് തീരെ പിടിച്ചില്ലെന്ന് തോന്നുന്നു അല്ലേ? ചന്ദ്രനെയൊക്കെ ഡിസ്റ്റർബ് ചെയ്തത്. പക്ഷെ ഈ പടത്തിൽ കുറച്ച് ഒന്ന് ലൈറ്റായിട്ട് തമാശകളിലൂടെയൊക്കെ ചെയ്യാനാണ് ശ്രമിച്ചിരിക്കുന്നത്. പെൺകുട്ടികളെ പിന്നാലെ നടന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ടോ? അത് ലോകയോടുകൂടി നിർത്തിയിട്ടുണ്ട്. ഇനി ആ ദേഷ്യം എന്നിൽ വെക്കരുത്. ഞാൻ അതില് കഴുത്തിന് കടികിട്ടി തീർന്നതോടുകൂടി ആ സ്വഭാവവും അവസാനിച്ചിരിക്കുകയാണ്. ദയവേത് ആ ഒരു ദേഷ്യത്തിൽ ഇനി എന്നെ ആ കണ്ണുകൾ കൊണ്ട് നോക്കരുത്. ഓക്കെ, അപ്പം ഇതില് ഞാന് മാത്യു, പിന്നെ റോഷൻ, ആവേശത്തിലൊക്കെ ഉണ്ടായിരുന്ന റോഷൻ, ഞങ്ങൾ മൂന്നുപേരുടെ കോംബോ ആണ്. ഞങ്ങൾ കൂടുതലും ഞങ്ങളാണ്, ഞങ്ങളുടെ കോമ്പിനേഷനാണ് എനിക്ക് കൂടുതൽ. അപ്പം ഞങ്ങൾ കുറച്ച് ചിരിപ്പിക്കാനുള്ള പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ട്. കണ്ടവരൊക്കെ ചിരിച്ചിട്ടുണ്ട്. നിങ്ങളും ചിരിക്കുമെന്ന് വിചാരിക്കുന്നു. കോഴിക്കോട് ഭയങ്കര സ്നേഹമുള്ള മനുഷ്യരാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിഥികളെ ഭയങ്കര നന്നായിട്ട് സ്വീകരിക്കുന്ന ആൾക്കാരാണെന്ന് അറിയാം. ഒന്നിടപെട്ടോട്ടെ, ഞങ്ങളുടെ അതിഥി ഏത് നാട്ടിന്നാ? ഞാൻ പാലക്കാട്. അപ്പൊ നമ്മൾ ഹൃദയം തുറന്ന് സ്വീകരിക്കും, എല്ലാ നാട്ടിലും സ്വീകരിക്കും. കോഴിക്കോടാണെന്ന് പറഞ്ഞ് അടിച്ചോടിക്കും. മലബാറിന്റെ ഭാഗമാണോ നോക്കിയത്? അപ്പം അതിഥി വന്നിട്ട് പറയുന്നത് 24-ാം തീയതി ഞങ്ങളുടെ പടമാണ്. അപ്പം എല്ലാവരും തിയേറ്ററുകളിൽ പോയിട്ട് തന്നെ പടം കാണണം. ഒരു സപ്പോർട്ട്. എന്താ ചേട്ടാ എന്താ കേട്ടാ? ഞാൻ നിങ്ങളുടെ അടുത്ത് അപ്പഴേ പറഞ്ഞു ഇവിടെ സേഫില്ലാതെ. ഞാൻ നിർത്തിട്ടോ. ഞാൻ മൈക്ക് കൈമാറുന്നു. ഇനി പ്രൊഡ്യൂസേഴ്സിൽ ഒരാളായിട്ടുള്ള സജിൻ അലി. ഇൽഷാനെ കണ്ടിട്ടുണ്ടോ? ഓക്കെ, നേരത്തെ മാത്യു പറഞ്ഞ മാതിരി ഞങ്ങള് എന്താ പറയാ, ഞങ്ങളുടെ പ്രൊമോഷൻസ് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാണ്. ഒരു വലിയ ക്രൗഡ് ഞങ്ങളെ സ്വീകരിച്ചു. നിങ്ങൾ തന്ന എനർജിയിലാണ് നമ്മൾ ബാക്കിയുള്ള ഇത്രയും ദിവസം ഓടിക്കൊണ്ടിരുന്നത്. ഇന്ന് ഇവിടെ വരാനൊരു ഇച്ചിരി താമസിച്ചു. ഇന്നലെ കോഴിക്കോടിൻ്റെയും മലപ്പുറത്തിൻ്റെയും മാച്ച് കാണാൻ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. എന്ത് കളിയാണ് നമ്മൾ കോഴിക്കോടത്തെ ടീം കളിക്കുന്നത്. കണ്ടിരുന്നു, കളി കണ്ടിരുന്നു ഇന്നലെ. മലപ്പുറത്തിൻ്റെ അത്ര ഇല്ലല്ലേ? അത് ഞാൻ പതുക്കെ അവിടെ വന്നിട്ട് പറയാം, ഞാൻ ഇപ്പൊ കോഴിക്കോടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഇന്നലെ സ്വീകരണമാണ് കിട്ടിയത്. ഇവിടെ ഇച്ചിരി താമസിച്ചു പോയി. നിങ്ങൾ കുറച്ചു നേരം കാത്തു നിപ്പിച്ച് മുഷിപ്പിച്ചു എന്നറിയാം. അതിന് ക്ഷമ ചോദിക്കുന്നു. കൂടുതലൊന്നും പറയാനില്ല. നല്ലൊരു സിനിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവരൊക്കെ കൂടി അഭിനയിച്ച് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് ഒരുപാട് നല്ല ടെക്നീഷ്യൻസിൻ്റെ പുറകിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന വെള്ളിയാഴ്ച തിയേറ്ററിൽ പടം വരുമ്പോൾ നിങ്ങൾ പോയി കാണണം. ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്നുള്ള ഉറപ്പ് തരാം. നല്ലൊരു സിനിമയാണ്. നിങ്ങൾ കണ്ട് വിജയിപ്പിക്കണം. നിങ്ങൾ പടം കണ്ട് ഇഷ്ടമായ നിങ്ങളുടെ വീട്ടുകാരോട് പറയുക, കൂട്ടുകാരോട് പറയുക, അടുത്തുള്ളവരോട് പറയുക, നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഷെയർ ചെയ്യുക. അത്രയും ചെയ്തു തന്നാൽ മതി. ചെയ്യൂലേ? ഉറപ്പല്ലേ? താങ്ക് യു. ഇതിനിടയിൽ കൂടെ ചെറിയൊരു സമ്മാനം കൊടുക്കാനുണ്ടായിരുന്നു.
പിന്നെ മാത്യുവിന്റെ പടം വരച്ചാൽ അതിനാൽ അതെ, അതിനാൽ മാത്യുവിന്റെ ചിത്രം അതിനാൽ വരച്ചിട്ടുണ്ട്. ചേളായിൽ നിന്നാണ് വരുന്നത്, കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് മലപ്പുറം നിന്നാണ് താണ്ടി വരുന്നത്. വന്നിരിക്കുകയാണ്. നല്ലൊരു കയ്യടി കൊടുക്കാണ്ട്. സുന്ദര നിമിഷമാണ്. മാത്യു ഇവിടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് കോഴിക്കോട് ലുലുമോളിൽ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ദൂരെ നിന്ന് വരച്ച് വന്നതാണ് വിദ്യാർത്ഥി. അതിനാൽ ഹൃദയത്തിന്റെ ഭാഷയിൽ കയ്യടികൾ. അപ്പൊ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ക്ലബ് എഫ് എമ്മിൽ ഒരു RJ ഓഡീഷന് പോയി RJ ആയി കിട്ടി 1 മാസം ഞങ്ങളവിടെ പണിയെടുത്തിട്ടുണ്ട് ശ്രേയാം സാറിന്റെ കൂടെ എറണാകുളത്ത്. ഓക്കെ, വീരൂരോടൊക്കെ ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഈ പരിപാടി ഇത്രയും സക്സസ് ആക്കി തന്ന നിങ്ങൾക്കും ഒരു പെരുത്ത നന്ദി. ടൺ കണക്കിന് അപ്പൊ എന്തായാലും ഒക്ടോബർ 24-ാം തീയതി ഇവരെ രാശി അതെ ഈ ടീം പണ്ട് ക്ലബ് എഫ് എമ്മിന്റെ കൂടി ഭാഗമായിരുന്ന ഞങ്ങളുടെ ടീം മെമ്പർ ആയിരുന്ന സജിൻലാൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഇവര് വന്ന് കയറുമ്പോ തന്നെയും ലേറ്റ് ആയാൽ പോലും നമ്മൾ വീട്ടുകാരെ കാത്തിരിക്കുന്ന മാതിരി ക്ഷമയോടെ ഒരു കൂക്കലും ഒരു പുരുക പോലും തുളിഞ്ഞിട്ടുണ്ടായിട്ടില്ല ഇവിടെ. മാത്രമല്ല മാത്യൂസ് വന്ന് സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് അയലത്തെ വീട്ടിലെ കുട്ടീനെ ഫീൽ ചെയ്തു. മറ്റുള്ള അതിഥി എന്ന് സ്വയം വിശേഷിപ്പിച്ചെങ്കിലും നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. മീനാക്ഷി ആയാലും ചേട്ടനായാലും ഒക്കെയും നമുക്ക് ശരിക്കും നമ്മളെ വീട് എന്നൊരു ഫീല് വന്നിട്ടുണ്ടല്ലേ. ലാസ്റ്റ് അഴകിയാലേക്ക് ഒരു കോറസ് പാടിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇനിവേ അതുപോലെ തന്നെ നമുക്ക് ഹൃദയത്തിൽ ചേർത്ത് വെക്കാൻ പറ്റിയ സിനിമയാവട്ടെ ഇത്. ഇനി വരാനിരിക്കുന്ന സിനിമകളും ഇത്തരത്തിലുള്ള പ്രോത്സാഹനങ്ങൾ ഇൻഫ്ലുവൻസേഴ്സിനും പാട്ടുകാർക്കും ഒക്കെ കൊടുക്കുന്ന അവസരങ്ങളൊക്കെ ഗംഭീരമായി അടുത്ത ലെവലിലേക്കും നമുക്ക് കണ്ടുമുട്ടാൻ പറ്റട്ടെ. ഇവരുടെ കൂടെ നമുക്കെല്ലാം ചേർന്ന് നിൽക്കാം അല്ലേ. ആ പ്രോമിസ് ഹൃദയത്തിൽ നിന്ന് ഒരു നിയത്തായിട്ട് വെച്ചോളൂ. RJ അതുല, RJ രാശി സൈനിങ് ഓഫ്.